ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ 100 days of സിക്സ് പാക്ക് ചലഞ്ച്. ഇന്ന് രാവിലെ തന്നെ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം സെറ്റാക്കി ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരൻ രാകേഷിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. ഇന്നലെ അവൻ വിളിച്ചിട്ട് പറയാണ്, അളിയ നമുക്ക് ഇറാനിയൻ ചായ ആൻഡ് ബൺ മസ്ക ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ തിരിച്ച് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഗൈസ്, നമുക്ക് തുടങ്ങാം, പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. രാകേഷിന് ഇപ്പോഴും എൻ്റെ IT ജോലി കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ ജോലിയൊന്നും പോകാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു, എന്നാൽ നാളെ തന്നെ നമുക്ക് സമയം കളയാണ്ട് ഇതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. രാകേഷിനെ പിക്കപ്പ് ചെയ്ത് നേരെ തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ചെന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നായി സെർച്ച് ചെയ്യാൻ തുടങ്ങി. മെയിനായിട്ട് ഒരു ഫോൾഡബിൾ ടേബിൾ വാങ്ങണമായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഒരു 900 രൂപയ്ക്കൊരു ടേബിൾ സെറ്റായി. ടേബിൾ കിട്ടിയപ്പോൾ രാകേഷിനെ കാണാനില്ല. ഇവ ഇതവിടെ പോയി. അവസാനം അവനെ കണ്ടുപിടിച്ചു. ഇത്രയും നേരം ടേബിളും ചുമന്ന് ഞാൻ ഒരു പരുവായി ഗൈസ്. പിന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ അവനും ഒന്ന് അണഞ്ഞു. പിന്നെ ഒരു നാരങ്ങ വെള്ളത്തിൽ ഞാൻ അതങ്ങ് തീർത്തു കൊടുത്തു. ഗൈസ്, നമ്മൾ ഈ ടേബിളൊക്കെ ചുമന്നുകൊണ്ട് പോയപ്പോൾ വേറെ ആൾക്കാരും ഇതേപോലെ ടേബിളും കണ്ടെയ്നറൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട്. അവരും ഈ ബൺമസ്ക പരിപാടി തുടങ്ങാനാണ്. പിന്നെ ചാലയിൽ നിന്ന് നമ്മൾ ഇറങ്ങി പത്മനാഭസ്വാമിക്ക് ഒരു വണക്കം വെച്ച് പിന്നെ നേരെ ഞങ്ങളുടെ ചായ കമ്പനിക്ക് വേണ്ടി ടീഷർട്ട് വാങ്ങാൻ സ്റ്റുഡിയോയിൽ അങ്ങോട്ട് പോയി. 2 ടീഷർട്ട് എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി നേരെ റിലയൻസ് ബസാറിൽ ചെന്നു. അമുലിൻ്റെ ബട്ടറും മിൽക്ക് മെയ്ഡും വാങ്ങി. പിന്നെ ബണ്ണിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ബേക്കറികളിൽ കയറി ഇറങ്ങി. അവസാനം ഞങ്ങൾക്ക് പോങ്ങുമ്പോഴുള്ള ലീജ ബേക്കറിയുടെ അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന ബണ്ണാണ് നമുക്ക് ഇഷ്ടമായത്. എന്നിട്ട് ഞങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി രാകേഷിൻ്റെ വീട്ടിലെത്തി. ഞാൻ പിന്നെ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇറാനിയൻ ചായ മേക്ക് ചെയ്യണം, ബൺ മസ്ക എങ്ങനെ ഉണ്ടാക്കണം. കഴിഞ്ഞ 3 മാസം എൻ്റെ മിക്ക സമയവും കിച്ചണിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം വളരെ എളുപ്പമായിട്ടാണ് തോന്നിയത്. ബൺ മസ്കയും ചായയും രാകേഷിൻ്റെ സിസ്റ്റർ ഫസ്റ്റ് ട്രൈ ചെയ്തു. പിന്നെ അമ്മ, അച്ഛൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അടിപൊളി എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കോൺഫിഡൻ്റ് ആയി. തിങ്കളാഴ്ച അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളും ഉണ്ടാകും ബൺ മസ്കയും ഇറാനിയൻ ചായയുമായിട്ട്.